അല്ല, നിലമ്പൂർ ഇലക്ഷൻ വന്നപ്പോഴാണ് കേന്ദ്രത്തിൻ്റെ നിയമമാണ് കുഴപ്പമെന്ന് ഇപ്പോൾ ആദ്യമായിട്ട് പറയുന്നത്. ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല. ആ നിയമത്തിൽ ഞങ്ങളുടെ മെമ്പർമാർ പാർലമെൻറ്റിൽ ഈ വിഷയം സംസാരിച്ചു. അതിന് കിട്ടിയ മറുപടി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. 70-ൽ പാസ്സാക്കിയ വന്യജീവി സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 11(1) അനുസരിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ജനജീവിതത്തിന് അപകടമുണ്ടാക്കുന്ന, ജീവന് അപകടമുണ്ടാക്കുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടാം. അദ്ദേഹത്തിനുള്ള അധികാരം താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഡെലിഗേറ്റ് ചെയ്യാം. സംസ്ഥാന ഗവൺമെൻറ്റിന് പൂർണ്ണമായ അധികാരം മനുഷ്യരെ ആക്രമിക്കുന്ന മൃഗങ്ങളെ കൊല്ലാൻ ഉണ്ട് എന്നാണ് കേന്ദ്രം പാർലമെൻറ്റിൽ മറുപടി വന്നിരിക്കുന്നത്. വഴിക്കടവ് പഞ്ചായത്തിൽ 134 പന്നികളെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കൊന്നില്ലേ? കേസൊന്നും ഉണ്ടായില്ല. ചെയ്യാമല്ലോ, സർക്കാരിന് ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്. സർക്കാരിന് ഡെലിഗേഷൻ കൊടുക്കുക, അധികാരം കൊടുക്കുക. മനുഷ്യജീവന് അപകടം വരുത്തുന്ന ഏത് വന്യജീവിയെയും കൊല്ലാനുള്ള അധികാരം സംസ്ഥാനത്തിനുണ്ട്. ഞാൻ ക്ലിയർ ചെയ്തു. കൊല്ല നോക്കിയാൽ മതി, വായിച്ചു നോക്കിയാൽ മതി. കേന്ദ്ര സർക്കാർ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്രമന്ത്രി അയച്ച കത്താണ് ഞാൻ കഴിഞ്ഞ ദിവസം ഹാജരാക്കിയത്. അല്ല, മുഖ്യമന്ത്രിയുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ. മുഖ്യമന്ത്രി ആ ജമാഅത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്തുകൊണ്ട് നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ വീഡിയോ ഞാൻ ഹാജരാക്കിയല്ലോ. മുഖ്യമന്ത്രിയുടെ ആദ്യമായിട്ട് കേരളത്തിൽ അവരെ സ്വാഗതം ചെയ്തു. അവർ നല്ല ആളുകളാണ്, അവരെ കാണാൻ തലയിൽ മുണ്ടിട്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ അവരെ കാണാൻ പോയ ആൾ ഈ പിണറായി വിജയനാണ്. എന്നിട്ട് പഴയതെല്ലാം മറന്നുപോയി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിറം മാറുന്നത് പോലെ ഇപ്പോൾ ഇവിടെ വന്ന് നിലമ്പൂർ വന്ന് പ്രസംഗിക്കുക. ഞങ്ങൾ അതിൻ്റെ വീഡിയോ ഹാജരാക്കിയിട്ടുണ്ട്. ഞാൻ ഹാജരാക്കിയ വീഡിയോ, മുഖ്യമന്ത്രി അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഹാജരാക്കിയ വീഡിയോ തെറ്റാണെങ്കിൽ എനിക്കെതിരെ കേസെടുക്കട്ടെ. ഒരാശയക്കുഴപ്പമില്ല. അത് വിഷയമാക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥം ഇപ്പം ഞാൻ ചോദിച്ച ഏത് ചോദ്യങ്ങളിൽ നിന്നും മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരു വിഷയമില്ല. ഞങ്ങൾ കൃത്യമായി, ഞങ്ങൾക്ക് പാർലമെൻറ്റ് ഇലക്ഷന് അവർ ഞങ്ങൾക്ക് പിന്തുണ വന്നപ്പോൾ നിങ്ങൾ ആരും ഈ ചോദ്യം ഉയർത്തിയോ? ഇല്ല. 3 പതിറ്റാണ്ട് കാലം CPM-ന് അവർ പിന്തുണ കൊടുത്തപ്പോൾ ഈ ചർച്ച കേരളത്തിലുണ്ടായോ? ഇല്ല. അപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ ഗവൺമെൻറ്റിലുള്ള ജനങ്ങളുടെ എതിർപ്പും പ്രതിഷേധവും വെറുപ്പും ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള കൗശലവും തന്ത്രവുമാണ് വിഷയം മാറ്റിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഇനി ഞങ്ങൾക്കൊന്നും പറയാനില്ല, ഞങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ പറയുന്നത്, എൻ്റെ അടക്കം ഒരാളുടെയും വണ്ടി പരിശോധിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ ഇവിടെ എന്താ ഉണ്ടായത്? ഇവിടെ UDF നേതാക്കന്മാരുടെ വണ്ടി മാത്രം തിരഞ്ഞെടുത്ത് പരിശോധിക്കുകയും മറ്റത് പരിശോധിക്കാതിരിക്കാൻ ചെയ്തപ്പോൾ ആ വിവേചനം പാടില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. എൻ്റെ പരിശോധിച്ചു, എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ വണ്ടി പരിശോധിച്ചു. ഞാൻ പരിശോധനയ്ക്ക്, നിയമപരമായ പരിശോധനയ്ക്ക് വിധേയനാണ്, അവരും വിധേയരാണ്. പക്ഷേ തെരഞ്ഞുപിടിച്ച് UDF നേതാക്കന്മാരുടെ മാത്രം. കാരണം പാലക്കാട് പെട്ടി വിവാദം ഉണ്ടാക്കിയത് മന്ത്രി SP വിളിച്ച് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ 2 വനിതാ നേതാക്കന്മാരുടെ ഹോട്ടലിലെ മുറിയിൽ അർദ്ധരാത്രി റെയ്ഡ് നടത്തിയത്. അതിൻ്റെ പണി അവിടെ കിട്ടിയതാണ്. എന്നിട്ട് വീണ്ടും പണിയായിട്ട് ഇറങ്ങണ്ട, വീണ്ടും പെട്ടിയായിട്ട് ഇറങ്ങണ്ട.
അല്ലല്ല, ഞങ്ങളുടെ മാത്രമായിട്ട് നടത്തിയാൽ ഞങ്ങൾ പരാതി കൊടുക്കും. വേറെ ആരെയും കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ പരാതി കൊടുക്കും. എല്ലാവരും നിയമത്തിന് വിധേയരാണ്, ഞാനടക്കം. പക്ഷേ UDF നേതാക്കളെ മാത്രം തിരഞ്ഞുപിടിച്ച് നടത്തിയാൽ ഞങ്ങൾ പരാതി കൊടുക്കും. നിങ്ങൾ അവിടെ ചെയ്തത് എന്താണ്? അവർ ഷാഫി പറമ്പിലിനോട് ലൈറ്റ് വെച്ച് ആക്ഷൻ കാണിച്ചു ഇറങ്ങി പുറത്ത് നിൽക്കാൻ. അദ്ദേഹം പുറത്തിറങ്ങി നിന്നു. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു ഡിക്കി പൊക്കാൻ പറഞ്ഞു. ക്രിമിനലുകളോട് പെരുമാറുന്നത് പോലെയാണ് MP യോട് പെരുമാറിയത്. ഡിക്കി പൊക്കാൻ പറഞ്ഞു, തൻ്റെ വണ്ടിയുടെ ഡിക്കി പൊക്കാൻ പറഞ്ഞു. ഡിക്കി പൊക്കി പെട്ടിയെടുത്ത് താഴെ വയ്ക്കാൻ പറഞ്ഞു ഷാഫി പറമ്പിലിനോട്. എന്നിട്ട് താൻ ആ പെട്ടി തുറക്കണമെന്ന് പറഞ്ഞു. അത്രയും മോശമായിട്ട് അപമാനിക്കാൻ വേണ്ടി ചെയ്തപ്പോൾ ചെറുപ്പക്കാരാണ് റിയാക്ട് ചെയ്തത്രേ ഉള്ളൂ. അല്ലല്ല 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 ഞാൻ ചോദിക്കട്ടെ വീഡിയോ പോയത് പോലീസിൻ്റെ വീഡിയോ ആണ് പോയത്. പോലീസിൻ്റെ വീഡിയോ അല്ലാത്ത വീഡിയോ അല്ല പോയത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഉണ്ടായ സംഭവത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ അറിയുള്ളൂ.